Leenu's kitchen. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസേജ് കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ നാന്റെ കൂടെയോ കുക്കൂസിന്റെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു കറിയുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഈസി സോസേജ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ സോസേജ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കണം. ഈ കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇതൊന്ന് ചൂടായി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് 4 മീഡിയം സൈസ് ഉള്ളി ചേർക്കാം. ഇത് നീളത്തിൽ അരിഞ്ഞതാണ്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഈ ഉള്ളി നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. ഇപ്പം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് അരച്ചത് ചേർക്കാം. ഇവിടെ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, പിന്നെ ഒരു 5-6 കറിവേപ്പിലയും കൂടെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളിടാൻ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരണം, അതുവരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഒരു വലിയ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ 2 ചെറിയ തക്കാളി ആയാലും മതി. ഈ തക്കാളി സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർക്കാം. എന്നിട്ട് ഈ തക്കാളി നന്നായി വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസേജ് ചേർക്കാം. ഞാനിവിടെ 400 ഗ്രാംസ്, അതായത് ഇവിടെ കിട്ടുന്ന ഒരു പാക്കറ്റ് ചിക്കൻ സോസേജ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് അതിൽ മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർക്കണം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് സോസേജ് വേവുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ല്. ഇപ്പോൾ ഈ സോസേജ് എല്ലാം വെന്തിട്ടുണ്ട്, നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർക്കണം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ. എന്നിട്ട് ഇതൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്യുക.
ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് മല്ലിയിലയും കൂടെ ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടോടെ സോസേജ് കറി സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊരു അടിപൊളി സോസേജ് കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയോ കുപ്പൂസിൻ്റെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.